നമ്മുടെ മുത്താറിപ്പൊടി ഉപയോഗിച്ചിട്ട് ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ളൊരു പലഹാരം, അതും ഇത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് വേറെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് പിന്നെ സ്നാക്സ് ആയിട്ടാണെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കുക. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് നല്ല തേങ്ങാപ്പാലും കൂടി പിഴിഞ്ഞിട്ട് ആ തേങ്ങാപ്പാൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് സ്പൂണിൽ നമുക്ക് കോരി കഴിക്കാം. ഭയങ്കര സ്വാദിഷ്ടമാണ്, ഹെൽത്തിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. വെറും 10 മിനിറ്റ് മാത്രമാണ് നമുക്കിതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ നല്ല സ്വാദാണ്. ഇതുപോലെ നല്ല ചൂടായിട്ടുള്ള ഈ ഒരു പലഹാരത്തിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് മുത്താറിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മുത്താറിപ്പൊടി എത്രയാണ് നമ്മുടെ അളവിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അളവിലാണ് മുത്താറിപ്പൊടി എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് വെല്ലവും, അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽമുറി തേങ്ങയും അതിലേക്ക് കുറച്ച് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കപ്പ് അളവിലാണ് നമ്മളിവിടെ റാഗിപ്പൊടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്ര അളവിലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എടുക്കുക. അപ്പോൾ ഇത് ഒരു കപ്പ് അളവിൽ റാഗിപ്പൊടി എടുത്തതിന് ശേഷം ഇത് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പച്ചപ്പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വറുത്ത പൊടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് നമ്മൾ ചിരകി വെച്ച് കൊടുത്തുള്ള പിന്നെ ഏലക്കായ ഇടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ചിരകിയ തേങ്ങ, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന വെല്ലം. ഈ വെല്ലത്തിൻ്റെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അതൊക്കെ നമ്മുടെ സ്വാദിനനുസരിച്ച്, നന്നായിട്ട് മധുരം കഴിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. നല്ല രീതിയിൽ തേങ്ങയും ഗോതമ്പ് പൊടിയും ഈ ഒരു മുത്താറിപ്പൊടിയും തേങ്ങയും വെല്ലം കൂടി നല്ല രീതിയിൽ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നെയ്യിൻ്റെ സ്വാദ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ചേർക്കുന്നില്ല. ഡയറക്റ്റ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട്, കാരണം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിലുള്ള വെല്ലത്തിൻ്റെ ഇതും കൂടി ഒന്ന് അലിഞ്ഞ് വരും. അപ്പോൾ അതനുസരിച്ച് കുറച്ചളവിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ആദ്യം കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് നമ്മളെ എന്താ പറയുക, ചപ്പാത്തി മാവില്ലേ അതിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ഉള്ളൊരു ഡോ ആയിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്തതിന് ശേഷം കയ്യിലൊരല്പം നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിലോ ആക്കിയതിന് ശേഷം ഇത് കണ്ട് ഇതുപോലെ ഒന്ന് ഒരു ബട്ടനായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നതിന് ശേഷം ഒരു കൈ വെച്ചിട്ടൊന്ന് അമർത്തിയിട്ട് ഒരു ഹോള് പോലെ ഉണ്ടാക്കുക കേട്ടോ. അതാണ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു തേങ്ങയും വെല്ലം എല്ലാം കൂടി ചേരുമ്പോൾ നല്ല സൂപ്പർ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു 4 മണി പലഹാരമായിട്ടൊക്കെ ഇതുണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അത് ഈ തേങ്ങാപ്പാലിലും കൂടി കഴിക്കുമ്പോൾ ഭയങ്കര സ്വാദാണ്. ഇത് കണ്ടോ, ഇതുപോലെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ എല്ലാം ഒന്ന് പരത്തി ഇതുപോലെ ഒന്ന് ബട്ടൺ ഹോളാക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് നമ്മൾ പിന്നെ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ട് വെച്ചിട്ട് പാത്രം അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അങ്ങ് തിളപ്പിച്ചെടുക്കുക കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ആദ്യം നമ്മൾ പരത്തി വെച്ചത് ഓരോന്നായിട്ട് ആവിയിൽ ഒരു ഇല കൂടി വെച്ചോളൂ. പിന്നെ ആ ഇല വെച്ചിട്ട് ഇലയിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം അങ്ങ് അടുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് ആകെ ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5-6 മിനിറ്റ് ആവി കൊണ്ടാൽ മാത്രം മതി. അല്ലെങ്കിൽ ഒരു കൂടി വന്ന ഒരു 10 മിനിറ്റ് അളവിൽ ആവി കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിത് വെന്ത് കിട്ടും കേട്ടോ. ഭയങ്കര സ്വാദാണ്. ഇതിപ്പോൾ ഈ കുഴച്ച് കഴിഞ്ഞിട്ടുള്ള ആ മാവോടെ തന്നെ കഴിക്കാനായിട്ടും അസലായിട്ടുള്ള സ്വാദാണ്. പിന്നെ റാഗീൻ്റെ പിന്നെ ഗുണങ്ങളെ എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുള്ളതാണ് റാഗിക്ക്. ഇപ്പോൾ എന്താ പറയുക, വളർന്നു വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം നമ്മുടെ ഇതിൽ നന്നായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ് നമ്മുടെ റാഗി. അപ്പോൾ അതേ ഞാൻ പൂർണ്ണമായിട്ട് നമ്മുടെ അപ്പച്ചെമ്പിൽ ഇലയിലേക്ക് എല്ലാം തന്നെ ഞാൻ പരത്തി അതെല്ലാം ഒന്ന് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് ആവി കയറി അതിലിരുന്നങ്ങ് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ആവി കയറി വെന്ത പാട് തന്നെ എടുക്കണ്ട. ഒരു ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മുടെ പാത്രത്തിലേക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ നല്ല രീതിയിൽ ആവി വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഒന്നും കൂടി വേവട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക കേട്ടോ, എങ്ങനെയുണ്ട്, വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കണേ. ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം, കാരണം നമ്മളിത് മേലെയാണല്ലോ വിൽക്കുന്നത്, അപ്പോൾ മുകളിലുള്ള എടുക്കുമ്പോൾ താഴെയുള്ളത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം നേരം ഇന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതേ നല്ല രീതിക്ക് വെന്തു. ഞാനിപ്പോൾ തീയൊക്കെ ഓഫാക്കിയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ.
ഇതിങ്ങനെ വെറുതെ പെറുക്കി കഴിക്കാനായിട്ടും അസാധ്യമായിട്ടുള്ള സ്വാദാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഇപ്പോൾ ഓരോക്കെ ഓടി നടന്ന് കയ്യിലൊക്കെ പിടിച്ച് കഴിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വളരെ ഹെൽത്തി ആണല്ലോ മുത്താറിപ്പൊടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. മുത്താറിപ്പൊടി അധികം ആർക്കും അറിയില്ല എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതുണ്ടോ നല്ല രീതിക്ക് ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ നന്നായിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എടുത്തതാണ്. ഇത് കണ്ടോ ഇതിങ്ങനെ ഒടിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് പോലെയാണ് കേട്ടോ. ഉൾവശം നല്ല സോഫ്റ്റാണ്. പിന്നെ ഇത് കണ്ടോ നല്ല സോഫ്റ്റായിട്ട് പിന്നെ കഴിക്കാനായിട്ട് നമ്മൾ വായിലിടുമ്പോഴത്തേക്ക് ഇങ്ങനെ അലിഞ്ഞു പോകുമെന്ന് പറയില്ല, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ നമുക്ക് കോരിയിട്ട്. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തേങ്ങാപ്പാൽ എടുക്കുക. തേങ്ങാപ്പാലിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടുക. ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടില്ല, കാരണം ഈ ഒരു പലഹാരത്തിലേക്ക് നമ്മൾ വെല്ലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്വീറ്റ്നെസ് ഉണ്ട്. പിന്നെ ഈ തേങ്ങാപ്പാലും കൂടി ചേരുമ്പോൾ ഗംഭീരമായിട്ടുള്ള സ്വാദാണ് കേട്ടോ. അപ്പോൾ ഈ മുത്താറിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടാക്കി കഴിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഹൈപ്പ്